അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. രണ്ടാം തവണയാണ് ഹിമന്ത അസമിന്റെ മുഖ്യമന്ത്രിയാകുന്നത്. 11 മണിക്ക് ഗുവാഹത്തിയിലെ ഖനപ്പാറ വെറ്റിനറി കോളേജ് ഗ്രൗണ്ടിൽ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രിയോടൊപ്പം 4 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ നിഷ്പ്രഭമാക്കി 126 സീറ്റുകളിൽ 102 സീറ്റുകൾ നേടിയാണ് ഹാട്രിക് ഭരണ തുടർച്ച സ്വന്തമാക്കിയത്. ബിജെപി നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ ഐക്യകണ്ഠേന വീണ്ടും തെരഞ്ഞെടുക്കുകയായിരുന്നു. നോബൽ മാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ. നോബൽ, രണ്ടാം തവണ മുഖ്യമന്ത്രിയാകുന്നു ഹിമന്ത ബിശ്വ ശർമ്മ. ഒപ്പം 4 മന്ത്രിമാർ കൂടി അധികാരമേൽക്കുന്നു. ഇന്നിപ്പോൾ ചടങ്ങ് എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ആരൊക്കെ പങ്കെടുക്കും? സുധി, അസാമിന്റെ മുഖ്യമന്ത്രിയെ വീണ്ടും ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പോൾ ചുമതലയേൽക്കാൻ പോവുകയാണ്. ഹിമന്തയെ സംബന്ധിച്ച് ഇത് 2ാം വട്ടമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത്. തുടർച്ചയായി 3ാം വട്ടം BJP അധികാരത്തിലെത്തുന്ന സംസ്ഥാനം കൂടിയാണ് അസം. ഇത്തവണ 102 സീറ്റ് നേടി മിന്നും വിജയമാണ് സംസ്ഥാനത്ത് BJP നേടിയത് എന്നത് വലിയ ആവേശം പ്രവർത്തകരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ആവേശം ഒട്ടും ചോർന്നു പോകാതെ എത്രയും വേഗം സത്യപ്രതിജ്ഞയിലേക്ക് പോകാൻ തന്നെയായിരുന്നു തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം നിയമസഭാ കക്ഷി യോഗം ചേരുകയും ഹിമന്തയെ നിയമസഭാ കക്ഷി നേതാവെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ ഗുവാഹത്തിയിലെ വെറ്റിനറി കോളേജ് ഗ്രൗണ്ടിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് ഒരു വലിയ ചടങ്ങാക്കി മാറ്റുക എന്നാണ് BJPയുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ സംസ്ഥാനത്തെത്തും. രാജ്നാഥ് സിംഗ് ഇന്നലെ രാത്രി തന്നെ അസാമിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം NDAയുടെ പ്രധാനപ്പെട്ട രാജ്യത്തെ മുഖ്യമന്ത്രിമാരൊക്കെ ഈ ചടങ്ങിലേക്ക് എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. മൊത്തം ഇന്നിപ്പോൾ 5 പേർ, മുഖ്യമന്ത്രി അടക്കം 5 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ തന്നെ വ്യക്തമാക്കുന്നത്. മന്ത്രിമാരുടെ പേരുകൾ, 4 മന്ത്രിമാരുടെ പേരുകളടക്കം ഹിമന്ത വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. രമേശ് തേലി, അതോടൊപ്പം തന്നെ അതുൽ ബോറ, ചരൺ ബോറോ, അതോടൊപ്പം തന്നെ അഞ്ജത സാംഗ് അടക്കമുള്ള ആളുകളാണ് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. രഞ്ജിത് കുമാർ ദാസ് സ്പീക്കർ ആകുമെന്നും ഹിമന്ത എന്താണെങ്കിലും വ്യക്തമാക്കിയിരിക്കുന്നു. മൊത്തം 18 അല്ലെങ്കിൽ 19 മന്ത്രിമാർ ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നാണ് വിവരം ഉള്ളത്. ബാക്കി മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ അടുത്ത ദിവസമായിരിക്കും നടക്കുക എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. അതാണെങ്കിലും വലിയ വർണ്ണാഭമായ ചടങ്ങാക്കി തന്നെ ഇതിനെ മാറ്റുക എന്നാണ്. കഴിഞ്ഞ ദിവസം ബംഗാളിലെ ചടങ്ങ് നമ്മൾ കണ്ടതാണ്. ബംഗാളിൽ ചരിത്രത്തിൽ ആദ്യമായി BJP അധികാരത്തിലെത്തിയപ്പോൾ വലിയ ചടങ്ങാക്കി അതിനെ മാറ്റിക്കൊണ്ടാണ് സത്യപ്രതിജ്ഞ നടത്തിക്കൊണ്ടുപോയത്. സമാനമായി തന്നെ നേരത്തെ ബീഹാറിലും സമാനമായി തന്നെ വലിയ ചടങ്ങായിരുന്നു നമ്മൾ കണ്ടത്. അതിലൊക്കെ തുടർച്ച നിലയിൽ അസാമിലും ഒരു വലിയ ചടങ്ങാക്കി തന്നെ ഇതിനെ മാറ്റിക്കൊണ്ട് വലിയ വിജയത്തിന്റെ ആവേശം പ്രവർത്തകരിലേക്കും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുകൂടി ഇന്നത്തെ പരിപാടി കൊണ്ട് ലക്ഷ്യം വെക്കുന്നുണ്ട്. അതായത് പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ 10 മണിക്ക് മുൻപായി തന്നെ അസാമിലേക്ക് എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. രാജ്നാഥ് സിംഗ് ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട്. മറ്റ് കേന്ദ്രമന്ത്രിമാർ JP നദ്ദയാണ് അവിടുത്തെ കേന്ദ്ര നിരീക്ഷകൻ. JP നദ്ദ അടക്കമുള്ള ആളുകളും അതോടൊപ്പം തന്നെ ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയും അവിടുത്തെ നിരീക്ഷകനാണ്. അദ്ദേഹം അടക്കമുള്ള ആളുകളും മറ്റ് NDAയുടെയും BJPയുടെയും മുഖ്യമന്ത്രിമാരൊക്കെ എന്താണെങ്കിലും അസാമിലേക്ക് എത്തുകയാണ്. അസാമിൽ 3ാം വട്ടം BJP അധികാരത്തിലെത്തും. അതിൽ 2ാം വട്ടം ഹിമന്ത അവിടുത്തെ മുഖ്യമന്ത്രിയാവുകയാണ്. നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.